ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി കോൺഗ്രസും ബി.ജെ.പി. പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തമിഴ്നാട്ടിൽ ദേശീയ ജനാധിപത്യ സഖ്യം ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഗയയിലും പശ്ചിമബംഗാളിലെ ബലൂർഘട്ടിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കും. അതേസമയം കോൺഗ്രസിനു വേണ്ടി പ്രിയങ്ക ഗാന്ധി ഇന്ന് ത്രിപുരയിൽ പ്രചാരണം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ എന്നിവരൊക്കെ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിൽ സജീവമാണ്. ഇത്തവണ 400 സീറ്റ് ലക്ഷ്യമിടുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അരയും തലയും മുറുക്കി മത്സരരംഗത്തിറങ്ങിയ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മികച്ച വിജയം ലക്ഷ്യമിടുമ്പോൾ AIADMKയും ദേശീയ ജനാധിപത്യ സഖ്യവും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇക്കുറി തമിഴ്നാട്ടിൽ കാര്യമായ മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യം കണക്ക് കൂട്ടുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന റാലികൾക്കൊപ്പം ബൂത്തുകൾ കേന്ദ്രീകരിച്ചും ഗൃഹസമ്പർക്കം അടക്കമുള്ള പ്രചാരണത്തിലും കോൺഗ്രസും ബി.ജെ.പിയും ഒരുപോലെ ശ്രദ്ധിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ കോൺഗ്രസിനായി പ്രചാരണ രംഗത്തുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗും ഡൽഹി മന്ത്രി അതിഷിയും പ്രചാരണത്തിൽ സജീവമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചാരണം നയിക്കുന്നത് മമതാ ബാനർജിയാണ്. മമതയ്ക്കൊപ്പം അഭിഷേക് ബാനർജിയും സജീവമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.